ഹലോ ഗൈസ്, കാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ടാറ്റു അടിക്കാൻ തീരുമാനിച്ചു. എന്താണ് നമ്മുടെ അഭിപ്രായം? പോടാ. ഞാനേ ഒരു 6ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടേ ഞാൻ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എനിക്കിവിടെ കാണാൻ പറ്റുമ്പോൾ ഇവിടെ അത് ഈ ജെനിഫർ ലോപ്പസ് എന്നൊരു പാട്ടുകാരിയുണ്ട്. പാട്ടുകാരിയെ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്താണ് അവിടെ ജെനിഫർ നിന്ന് ഇങ്ങനെ അടിച്ചത്. അതിപ്പോഴും തെളിഞ്ഞ് കിടക്കുന്ന സാധനം. അതിൻ്റെ പിന്നെ ഞാൻ അടിച്ചത് +2 ഒക്കെ കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ ഉള്ളം കയ്യിൽ അടിച്ചിട്ടുണ്ട്. ഇവിടെ അടിച്ചിട്ടുണ്ട്. കാണുന്നുണ്ട്, ഇതടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രൊഫഷണലായിട്ട് അടിപ്പിക്കണമെന്നാണെന്നും എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ടാറ്റു അടിക്കണം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നേരെ തൃപ്പൂണിത്തറപ്പാണ്. അവിടെ പോയിട്ട് ഇന്ന് എൻ്റെ ആദ്യത്തെ ഒരു കിടിലും ടാറ്റു അടിക്കണം പറയാം. അപ്പം എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും അടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? നിനക്ക് ഇഷ്ടമൊന്നുമില്ല. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അമ്മച്ചിയാണ്. ഒരു ഡിസൈൻ ഞാൻ നോക്കിയിട്ടില്ല ശരിക്കും പറ്റണമെങ്കിൽ. ഒരു ഡിസൈൻ നോക്കണം. ഞാൻ അടുത്ത് അവിടെ ചെന്നിട്ട് ഞാൻ നോക്കിയാണ് പരിപാടി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എടാ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടാ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കിയെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം സജസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം. എൻ്റെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും, എൻ്റെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവും. അങ്ങനെ നോക്കി ചെയ്യുള്ളൂ ചിലപ്പോൾ. ഇതാണ് അവൻ്റെ ടാറ്റു സ്റ്റുഡിയോ. ഇതാണ് വിവേക്. രണ്ടാമത്തെ പരിചയം ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. ആദ്യം ഞാൻ തെക്കിന്ന് വിചാരിച്ചു, തെക്കിയിട്ടുണ്ടായില്ല, റെക്കോർഡായില്ലായിരുന്നു. ഹസനെ ഇത് ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നു ഇത് ചെയ്തോണ്ടിരിക്കണ. ഇതില് പണി തുടങ്ങിയിട്ട് ക്ഷീണിച്ചത് ചെറുതായിട്ട്. അടുത്ത മാസം എവിടെ പോകും? ആസാമിലേക്ക്. ആസാം ഒരു കൂട്ടുകാരൻ ആസാമിലാണോ എവിടെയോ ഇന്ന് പോയാ? ഇന്ന് പോവും. ട്രിപ്പായിട്ട് പോകണം. അവൻ വർഷത്തിൽ 1-2 തവണ പോവാറുണ്ട് ആസാമില്. എന്താണ് പരിപാടി എന്നറിയില്ല. അവിടെ ആരോ ഉണ്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് കമ്പനിക്കാരന്മാരെ തന്നെ പറഞ്ഞത് എന്തോ ചിന്ത അതിനകത്ത് എന്തല്ലേ നോക്ക്. കണ്ടായിരുന്നോ? എന്താ നിപ്പിളും ഓക്കെ, അതിന്റെ ഉള്ളിൽ എന്താന്ന് മനസ്സിലായില്ല. 18+ ആട്ടാ. ഫുള്ളാ കാണാൻ പറ്റില്ല. ഫുള്ള് 4 ആണതാ. ഇത് ചുറ്റിനും 4 നോക്ക്. നൈസായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവൂല. ഒറ്റടിക്കൊക്കെ ഇപ്പോഴാണെന്ന് മനസ്സിലായി. പക്ഷേ ആദ്യമേ കാണുമ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളിലോട്ട് നോക്കണം. നമ്മള് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. അല്ലെ, എല്ലാം കറക്റ്റായിട്ട് നിരീക്ഷിക്കണം. ഭീകരം തന്നെ. ഇത് ന്യൂക്ലിയസ് മാളിന്റെ ഓപ്പോസിറ്റ്. ന്യൂക്ലിയസ് മാളിന്റെ കുറച്ചും കൂടെ മാറിയിട്ടാണ്. ന്യൂക്ലിയസ് മാൾ എത്തണ്ട. അവിടെ വരുമ്പോഴത്തേക്കും ന്യൂക്ലിയസ് മാൾ കഴിഞ്ഞു വന്നു. അതെ, ഒരു 50 മീറ്റർ 50 മീറ്റർ ഉണ്ടായില്ല. കുറച്ച് തീമായിട്ടൊന്നുമില്ല. തീമായിട്ടൊന്നുമില്ല. പോക്കറ്റിലൊരു തീപ്പെട്ടി ഉണ്ടത്. ഇല്ല, എന്തേലും ഒരു സ്ഥലം നോക്കണം. എങ്ങനത്തെ വേണ്ടെന്ന് ചോദിച്ചത്. എങ്ങനത്തെ മൂഡ്, എന്ത് സാധനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സെർച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ ഈ ബ്ലാക്കിഷ് ഇരുത്താണെന്നുണ്ട്. ഇത് കണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളറല്ലേ? ഞാൻ പറഞ്ഞത് ഇതാണ് എന്റെ കളർ. ഇതല്ല ഇവിടെ കാണിച്ച് ഇതാണ് കളറ്. ഇതാണ് ഒറിജിനൽ കളർ. ഇതൊക്കെ വെന്ത് പോയത്. ഇങ്ങോട്ടൊക്കെ വെയിൽ കൊണ്ടിട്ട് വന്നതാ. വെയിലത്ത് ഉപ്പ് കാറ്റ് കൊള്ളാനാണ് മീൻ പരിപാടി. ഇങ്ങനെ ആയിപ്പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കാൻ വേണ്ടിയായിരുന്നു. അതാണ്. അപ്പോൾ ഒരു ട്രാവലിൻ്റെ ഒരു സാധനം എനിക്ക് ഇടത് കൈ കയറ്റി തന്നു കഴിഞ്ഞാൽ ഇവിടെ അടിച്ച കൊള്ളായിരിക്കും. ഇല്ലേ? കുറച്ച് കല്ലും മണ്ണൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇതിനകത്തല്ലേ? ഇതിനകത്ത്
ഓക്കെ. നീ കുറച്ച് കല്ലുമണ്ണ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലൊക്കെ വരച്ചേക്കും. എക്സ്പ്ലെയിൻ യുവർ സെൽഫ്, എന്താണ് ഈ സാധനം ശരിക്കും? ഇത് ഫസ്റ്റ് തുടങ്ങിയത് ആ വർക്കാ തുടങ്ങിയത്. ഈ വർക്കല്ലേ? അതൊരു 8 മാസത്തെ പ്രോസസ്സാണ് ഇതല്ലേ? അപ്പോൾ ആ ഒരു 8 മാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ഡേ ഇരിക്കണമല്ല, ഇങ്ങനെ ടൈം എടുത്ത് ഒരു ദിവസം ചിലപ്പോൾ 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് പിന്നെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് അങ്ങനെ മൂഡ് പോലെ ചെയ്ത് തീർത്ത വർക്കാണ്. അപ്പോൾ അത് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എൻ്റെ വർക്കിൽ റിയൽ ആയിട്ട് കല്ലും മണ്ണൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കോൺസെപ്റ്റ് നോക്കിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്താണ് ഈ വർക്ക്. ഇതല്ലേ? ഇതിനകത്ത് ഞാൻ റിയൽ ആയിട്ട് മണ്ണും കല്ലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കുറച്ച് ഇലകളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അന്നാ എൻ്റെ പെയിന്റിങ് കൊണ്ട് ഇത് മൊത്തത്തിലുള്ളൊരു കൊളാബ് പോലെ മനസ്സിലായ ഒരു എക്സ്പെരിമെന്റ് വർക്ക് ചെയ്തതാ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇതായത്. അതല്ലേ? അതും ഇതുവല്ലേ? ഇത് മറ്റേ ശവനാറി പൂവില്ലേ, അതാണ് ആ ഒരു ടൈപ്പ് നല്ല ബാഡ് സ്മെല്ല് ഇതിനുണ്ട്. ഇതിനങ്ങനെ പറയും. ഒരു പിങ്കിഷ് കളറാണ്. പിങ്കിഷ് കളറാണ് അല്ലേ? പല കളറുണ്ട്, പല വെറൈറ്റീസും ഉണ്ട്. വേറെ ഏതോ പൂവിനെ കൂടി ശവനാറി പൂ എന്നൊക്കെ പറയാണ്ട് നോക്കണം. ഇതൊരു സാധനമുണ്ട്, അത് മരമാണ്. അല്ല മരമല്ല, അതിന് ഇതുണ്ട്, സ്റ്റെമ്മുണ്ട്, നല്ല കട്ടിയുള്ള സ്റ്റെമ്മുണ്ട്. അത് വലുതാവും ഈ സാധനം. അത് ഇത്രയും ചെയ്ത് ഇതെല്ലാം ഓരോ സീരീസ് പോലെ ചെയ്തിട്ടാണ് നമ്മ ഇപ്പൊ കാണിച്ച വർക്ക് ചെയ്യണത്. അതാണ് ഈ കാണുന്ന വർക്ക് കാണിച്ചത്. ഇതാണ് ആ വർക്ക്. ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇനിയും പോകും, ഓരോ പോവല്ലേ? ഇതൊക്കെ ചെയ്തോണ്ടിരിക്കണ വർക്ക്. ഇത് ഗ്ലേസിംഗ് അടിക്കും. അപ്പോ ഇവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കുറേ പണി വെട്ടി ചെയ്തൊരു വർക്കാണ്. മണ്ണും ചെടികളും ഉള്ളൊരു കുറേ കോൺസെപ്റ്റ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ വർക്ക് തീർക്കാനായിട്ട് കുറെ ടൈം എടുക്കണോണ്ടിട്ട് ഇങ്ങനെ പതുക്കെ പോണത്. അതെ, ഇത് പഠിപ്പിക്കണം കൂടി ഉണ്ട് അല്ലേ? ഇവിടെ ക്ലാസ് എടുക്കണം ശനി ഞായർ. നമ്മുടെ പട്ടിയാണ്. ആ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്റ്റേറ്റ് അവാർഡ് 2 തവണ കിട്ടിയിട്ടുണ്ട്. ഇത് സ്റ്റുഡന്റ് കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് സജി ചെറിയാൻ മന്ത്രിയാണ് തന്നത്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്, ബ്രോൺസ്. ബ്രോൺസ് ആണല്ലേ? ഹലോ, ഇതിന് കിട്ടിയതാ. അതെ, 8 മാസത്തെ വർക്കിന് കിട്ടിയതാ ഇത്. ഹലോ, വീഡിയോ കാണിച്ചേ. രാജീവ് പുള്ളിയുടെ പഠിക്കണേ. അത് മറ്റേ ഹൈബ്രിഡ് ആണല്ലേ? ഇത് എറണാകുളം ബീച്ചിൽ. ഇത് കൊള്ളാല്ലേ? ഇത് കൊള്ളാം അല്ലേ? അത് കൊള്ളാല്ലേ? അത് കൊള്ളാം. അത് കൊള്ളാം, നൈസ്. അത് ഫിക്സ്. ഞാൻ എൻ്റെ പേര് തന്നെ ഇവിടെ അടിക്കാന്ന് വെച്ച്, ഇവിടെ ഈ നെക്കിൻ്റെ ബാക്കിലാണ് അടിക്കാന്ന് വിചാരിച്ചു. അല്ലേ? നൈസ് ആയിരിക്കും. കിട്ടി. അത് കറക്റ്റായിട്ടൊന്ന് കയറുമല്ലോ. എനിക്ക് ചന്ദ്രനും സൂര്യനും പച്ചലകളും വേണമെന്നുണ്ടായിരുന്നു. കറക്റ്റായിട്ട് വരികയും ചെയ്തു. നമ്മളിപ്പോൾ ഒരു ഡിസൈൻ നോക്കി ഞാൻ വിവേകം കൂടി. ഇതാണ് സാധനം. കാപ്പി 3.12 കിട്ടില്ല. നൈസ്. ഇത് നമ്മളിവിടെ ഇതുകൊണ്ട് ഇന്ന് വീട്ടിൽ കൊണ്ടേ കാണിക്കാം. അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ രാവിലെ നിനക്ക് ഇഷ്ടമുള്ള അടി ഇവിടെ പെയിന്റ് പോയിട്ടുണ്ടല്ലോ. അത് കലാകാരനല്ലേ? ഓ, മറ്റേ കർഷകനല്ലേ? ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ഫുഡ് മേടിക്കാം. വിവേക് ഫുഡ് മേടിച്ചിട്ടുണ്ട്. അല്ല, മേടിച്ചിരുന്നു, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കണം. വിവേക് ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പോൾ വിവേക് പറഞ്ഞ് ഇവിടെ കടയിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞു. നമുക്ക് മേടിച്ചിട്ട് വരാം. ഞാൻ വന്നപ്പോഴേ സ്റ്റുഡിയോ കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ വന്നപ്പോഴേ സ്റ്റുഡിയോ കാണിച്ചായിരുന്നു. എത്ര വർഷം? 3 വർഷം? എത്ര വർഷം? സ്റ്റുഡിയോ ഇട്ടിട്ട്
സ്റ്റുഡിയോ ഞാൻ ആദ്യമേ ചെയ്യേണ്ട സലൂണിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. പിന്നെ ഇതിപ്പോ ഇട്ടിട്ട് 1 year ആകാൻ പോണേ ഉള്ളൂ. ഒരു വർഷം. വീട്ടിലെ എപ്പോഴും പുറത്തുനിന്ന് മേടിച്ചാൽ ശരിയാവില്ല. ഇപ്പം എന്തൊക്കെയുണ്ടാവും? പപ്പടം ഉണ്ട്. ഇപ്പോഴേ നമ്മളൊരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞ് അത് ആ വീട്ടിൽ തന്നെ കൊടുക്കുന്നതാണോ? വീട്ടിൽ തന്നെയാണല്ലോ, വീടാണ്. വീട്ടിലെ ഊണെന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ല കറികളും കാര്യങ്ങളൊക്കെ, ചുമ്മാ വെള്ളം ഒഴിച്ച സാമ്പാറൊന്നുമല്ല, അത്യാവശ്യം നല്ല. ഇപ്പൊ കഴിച്ചിട്ട് എന്താന്ന് പറയണ ഞാനേ കടയിൽ ഭയങ്കര ക്രൗഡ് ഒന്നല്ല കാര്യം. പിന്നെ എനിക്കും മനസ്സിലായി അവരെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതാ ഞാൻ അവിടെ വെച്ച് ക്യാമറ ഓഫ് ചെയ്ത് പറഞ്ഞു. പെട്ടെന്ന് ഒന്നാമത് പ്രായമുള്ളവർ അവരൊക്കെ പെട്ടെന്ന് ചില പിടിക്കല പറയാൻ പറ്റില്ല. അതെ, പെട്ടെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ കാരണം ഞാൻ അവിടെ വെച്ച് ക്യാമറ ഓഫ് ചെയ്തത്. നൈസായിട്ട് കയറി വന്നു അവിടെ ഞാൻ കട്ട് ചെയ്തത്. എന്റെ ഉള്ളിൽ തന്നെ അപ്പൊ നമ്മൾ വരുന്നു മനസ്സിലായ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പരിപാടി വരുന്നു, പെട്ടെന്ന് പോകുന്നു. എവിടെ ഒരു ഐഡിയ പോലും കണ്ടു വന്നു നമ്മള്. പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ നല്ല ഡിസൈൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ നോക്കി നേരത്തെ വെച്ച് സെറ്റാക്കി ഇത് നമ്മളെ ഇത് അടിക്കുന്നു, വരുമ്പോ തന്നെ അടിക്കുന്നു. എത്ര മണിക്കൂർ? 1 മണിക്കൂർ. ഓക്കെ, പെട്ടെന്ന് തന്നെ. അതങ്ങനെ ഒരു ഐഡിയ ഇല്ലാതെ വന്നിട്ട് പെട്ടെന്ന് പോവാണ്. നിശ്ചയത്തോടെ വരുന്നവർക്കൊക്കെ നമ്മൾ ഒരു നിശ്ചയം ഇല്ലാണ്ട് വന്നാൽ ഇങ്ങനെ ഇരിക്കും. കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ കൂട്ടാനുണ്ട്, അവൻ കൊണ്ടുവരും പപ്പടം. അവന്റെ ചോറ് മാത്രത്തിൽ കൈയിട്ട് വരെ തിന്ന് അവന്റെ പ്രാക്ക് മേടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് പ്രാന്തായിരുന്നു ഞാൻ. നോക്കൊന്ന് ഒരുമിച്ച് കഴിച്ചാലോ? അതായിരിക്കും നല്ലത്. അതെങ്ങനെ ഇടും, ഇതായിരിക്കും നമുക്ക് നല്ലത്. എല്ലാം കൂടി വെറുതെ പണിയാവും. ഞാൻ കഴിക്കുന്നില്ല, അത് കൊള്ളാതെ കലക്കി എല്ലാം കൂടി പൊട്ടിച്ചിട്ട് കഴിയുമ്പോയില്ലേ മോരുണ്ട്. അത് പാക്ക് ചെയ്ത് വെച്ചേക്കണ തണുത്ത് പോകാണ്ടിരിക്കാനായിട്ട്. അമ്മനെ പൊട്ടിക്കേണ്ടി വരും. അത് നല്ലതാ. കുറച്ച് താമസിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ തണുത്ത് പോവില്ല. മീൻചാറ് താൻ തന്റെ സൈഡിൽ പുള്ളിക്ക് നോമ്പാണ്. മീന് നോമ്പാ, കാരണം ഇത് കഴിക്കില്ല. എനിക്ക് കഴിക്കാം, എനിക്ക് നോമ്പില്ല. നമ്മ എത്തിസ്റ്റൾക്ക് ഇതൊന്നും വിഷയമില്ല. എത്തിച്ചെന്ന് ഉറക്കെ പറയുള്ളൂ. ഉറക്കെ പറയില്ല. നെല്ലിക്ക് ഞാൻ ഇവിടെ ചൊരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോ ഞാൻ ആദ്യമേ എടുത്തത് നെല്ലിക്കില്ലേ, ഞാൻ തനിക്ക് പോയി വന്ന് അതെ കിട്ടി. ഫുഡ് കഴിച്ചു. ഹലോ, ചേട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു. ചേട്ടൻ ഇപ്പം പോയി പുറത്തോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെ, ചേട്ടപ്പുറത്തെ ഷോപ്പിൽ. ഇല്ല, ഇപ്പൊ എവിടെ പോയില്ല, വണ്ടിയിട്ട് ഇവിടെ പോയി. വണ്ടിയിട്ട് പോയി. ശരിയാ. ഇനി നമുക്ക് നമ്മുടെ പരിപാടി വെച്ചിട്ടേ അവിടെ നേരെ ഇതാണ് ഇവിടെയാണ് നല്ല സ്പോട്ട്. അവിടെ ഇങ്ങോട്ട് അടിക്കാൻ പറ്റില്ല. ഇത് കഴുത്താണ്. ഇവിടെ കഴുത്തിന്റെ കറുപ്പുണ്ട്. ഈ ചുളിവും ഈ കറുപ്പൊക്കെ കണ്ടോ? ഇതാണ് സ്പോട്ട്. കാണിച്ചിട്ട് അതെല്ലാം നല്ലത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അല്ലേ? അതെ, ചുമ്മാ പരിചയപ്പെടുത്താൻ പോകണം സാർ. ഇതൊക്കെ കളേഴ്സാണ്. ഇതല്ലേ വൈറ്റ്, റെഡ്, ബ്ലൂ, യെല്ലോ. പിന്നെ ഇത് മറ്റേ സ്റ്റെൻസിൽ ഒട്ടിക്കണ ഗമ്മ്. ഇത് ഹീലിറ്റ്. ഇത് ക്ലീൻ ചെയ്യാനും മറ്റേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് ഗ്രീൻ സോപ്പ്. ഇതാണ് ഇങ്ക്, ട്രിപ്പിൾ ബ്ലാക്ക് ഡൈനാമിക്കിൻ്റെ. ഇത് നീഡില് നമ്മൾ എടുക്കുന്നത് 3RLൻ്റെ നീഡിലാണ്. ആർട്ടിസ്ട്രീൻ്റെ നീഡിലാണ്. അല്ല, ഇത് ഒറ്റ നീഡിൽ തന്നെ 3 ചെറിയ നീഡിലുണ്ടാവും. ഉള്ളിൽ. മനസ്സിലായോ? ഞാൻ കണ്ടിട്ടുണ്ട്, റീലി കണ്ടിട്ടുണ്ട്. അത് തന്നെ എക്സ്പയറി ഡേറ്റ് കേട്ടോ, 2031 വരെ ഉണ്ട്.
ഇപ്പോൾ ഓൾമോസ്റ്റ് അല്ല കഴിഞ്ഞല്ലോ കഴിഞ്ഞ് പുള്ളി അത് ഫോണിൽ ലെൻസൊക്കെ പിടിപ്പിച്ചിട്ട് അതെ എവിടെയെങ്കിലും അതെന്തിനാ യൂസ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് യൂസ് ചെയ്യണത് എവിടെയെങ്കിലും ഫിനിഷ് ആകാനുണ്ടോന്ന് അറിയാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫൈനൽ ഔട്ട് എന്നൊക്കെ ഉള്ളത് അടിപൊളി എൻ്റെ ബാക്കിലും കൂടി ഒന്ന് എടുത്ത് കാണിച്ചോ അത് തൻ്റെ കയ്യിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോന്ന് അറിയില്ല നോക്കാം അപ്പോൾ ഞങ്ങൾ ചാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ വ്യൂറാൾ വന്നേക്ക് സിറ്റിസൺ ആയോ? അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അമൽ ഇറങ്ങി വിവേക് ഇറങ്ങണം ഞങ്ങൾ എല്ലാവിടെ നിന്ന് ഇറങ്ങണേ നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അമൽ പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പൊറോട്ടീന എവിടെ പൊറോട്ടീന നമ്മൾ ഇന്ന് അമലിന്റെ ചെലവ് എവിടെ പൊറോട്ടീന അവിടെ നമ്മുടെ അടുത്തൊരു കടയുണ്ട്. അത് ഏതാ ഹോട്ടലാ? നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് ഞാൻ തിരിക്കും വിവേക് കടയായിട്ട് പോകും അമലും വീട്ടിലായിട്ട് പോകും അമൽ കടയായിട്ട് വരണ്ടാ ഇല്ല അവൻ വീട്ടിലോട്ട് അവിടെ ഇരിക്കാവോ അവിടെ ഇരിക്കാം ആ കിച്ചണും കാണിക്കാൻ അത് കൊള്ളാം നല്ല പരിപാടി അവിടെ കിച്ചൺ ഇതിനകത്ത് നമ്മൾ ഇരിക്കുന്നു ഈ ബയ്യാണ് നമുക്ക് സജസ്റ്റ് ചെയ്തത് വേറെ പേരണ പോയ സൂരജ് എവിടെ ആസാമില്ല വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ രണ്ട് പൊറോട്ട രണ്ട് പൊറോട്ട മൂന്നും പറ എന്തിനാ മൂന്നാണ് മൂന്നും പറ മൂന്ന് പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞിട്ട് പിന്നെ ഒന്നും എക്സ്ട്രാ പറയാം എന്ന് വെച്ചാൽ ചൂട് ഓക്കെ 2 4 ഏഴ് പൊറോട്ട ആറ് പൊറോട്ട 6 പൊറോട്ട 6 പൊറോട്ട ഇപ്പം രണ്ടെണ്ണം ചെല്ലാം 6 പൊറോട്ട ഒരു ഗോബി മഞ്ചൂരി ഒരു ചില്ലി ചിക്കനും അല്ലേ ആ ഇപ്പം ഞാനുള്ളത് തയ്ക്കാൻ വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടേ അമൽ അവിടെ നിന്ന് പോയി അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആവാൻ വീട്ടിലോട്ട് പോയി പിന്നെ വിവേക് എന്നെ കൊണ്ടുവന്നൊരാക്കി തന്നു വിവേക് കൊണ്ടുവന്നൊരാക്കിയിട്ട് അവൻ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി ഞാൻ അവിടെ നിന്ന് ബസ് ഇറങ്ങിനെ പതിയെ വന്ന് ഇവിടെ ഇറങ്ങി അവിടെ നടന്നിപ്പോൾ വീടിനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം ഇത്രയും ഒറ്റ മനുഷ്യല്ല സമയം 8 മണിയാണ് 8:30 ആയിട്ടുള്ളൂ ആരുമില്ല ഇവിടെയൊന്നും ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വിദൂരമായ സ്ഥലത്ത് അയ്യോ ചേച്ചി ഉണ്ട് അവിടെ ഹലോ എന്താണോ ബ്ലോഗ് ചെയ്തിരിക്കുന്നത് തെരുവ് പറയല്ലേ തെരുവ് പറയണോ അനാവശ്യമായ വർത്തമാനം പറയാതെ എന്താ വിളിക്കെന്താ എന്താ ടോർച്ചല്ല വലിയ ക്യാമറ എന്താണോ മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി അടുത്ത് ക്യാമറ ഉണ്ടല്ലേ നീ അല്ലയോ അനിയ എന്റെ ഇളയച്ചന്റെ മകനെ നീ പോയി വന്ന ശേഷം എനിക്ക് ചായയും അല്ല മറ്റേ തേയിലയും മുളകിന്റെ വിത്തൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നീ പോയിട്ട് ഇപ്പോഴാണോ അനിയ വരുന്നത്? മറന്നുപോയി പോയി അവളെ പിടിക്കണേ ഞാൻ ടാറ്റു അടിച്ച് കൊള്ളാം. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ എഴുതിയേക്കണത്? 3/12/98. ഇത് ഇതിലേക്കാണ് എനിക്ക് അയ്യോ സോറിയടാ എടാ നിക്കടാ ഇങ്ങനെ നിക്കടാ. പിന്നെ ഇരുന്നടിച്ച് അടിച്ച് എത്ര മണിക്കൂർ കുറച്ചേരം 1/2 മണിക്കൂർ വലിയവനെ കാണിച്ചു കൊടുക്കും
കാണിയത് പെട്ടെന്ന് കണ്ടതാണ് കണ്ടത്. മാഷ നോക്കിയാണ് കാപ്പി. എന്താണ് മാഷ അവനൊന്നും ചെയ്യല. ആ ഇല്ല ശരി, അത് ഇവിടെ അടിക്കണ്ടല്ലോ. ഇത് ഇവിടെ അടിക്കുന്നു വിചാരിച്ച്. എവിടെ? അടുത്ത് ഇവിടെ. ആ അതിവിടെ. എവിടെ അണലിപ്പാമ്പിനെ കണ്ട എവിടെ ഇല്ലേ? റീചാർജ് ചെയ്യാൻ വന്നായിരിക്കും. വേണ്ടി ചേട്ടാ ഞാനും കൂടെ വരട്ടെ. ഇതൊക്കെ ഒരു കാണും. കുഞ്ഞുങ്ങൾ ഞാനിട്ടു. ചേട്ടൻ ഞങ്ങളുടെ അയൽവക്കക്കാരനാണ്. നല്ലൊരു ചേട്ടനാണ്. പാവം മരിച്ചു. അണലി വെറുതെ പോയതാ. അതിൽ കൂടെ പോയപ്പോഴേ അല്ല കുഞ്ഞുങ്ങളുണ്ടോ? കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടൻ, ചിന്നു അവരായിരിക്കും. അവരെ കട വന്നായിരിക്കും. അതെ. വഴിയിലൊന്ന് കിടക്കുന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ പോട്ടെ. പാമ്പൊക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ പോണ്ടാ. അയ്യോടാ, ഇന്നലെ രാവിലെ വന്ന് ഇവിടെ ഉറങ്ങിപ്പോയടാ. ഇന്നലെ രാത്രി വന്ന് ഇവിടെ ഉറങ്ങിപ്പോയടാ. അമ്മേനെ കാണിക്കാൻ പോലും പറ്റിയില്ല. ഇന്നലെ വന്നിട്ട് ടാറ്റു കാണിക്കാൻ പറ്റില്ല. അമ്മയുടെ പച്ചക്കറി പോലെ അമ്മ ടാറ്റു കാണണം. കാപ്പി പേര് എങ്ങനെയുണ്ട്? ആയുണ്ട്. എന്താ കാണാനില്ലെന്നാ വഴിയൊക്കെ നോക്കുമ്പോ ഇല്ല, കാണുന്നില്ല. CA ഉണ്ടെന്നോ ഇല്ലേ? അയ്യൊക്കെ ഉണ്ട് അമ്മോ. അത് ആ പീന്റെ ഒപ്പം തന്നെ നടക്കണ അതങ്ങനെ ഒരുമിച്ച് അടിച്ചത്. ഞാൻ മേടിച്ചു അയ്യ ഇവിടെ പോയത്. അപ്പൊ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ. ഇന്നലെ വന്നിട്ട് കിടന്ന് പറഞ്ഞേക്കൊണ്ട് ഈ നല്ല രസമുണ്ടല്ലേ വെയിൽ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളല്ലോ. അമ്മ അപ്പം ഉണ്ടാക്കണേ വെറുതെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പിന്നെ കാണുക. നിങ്ങൾ ആദ്യം കണ്ടാൽ മതി. ഇതൊക്കെ ചെയ്യണമെന്ന് ഒന്ന് കണ്ടാൽ മതി അല്ലേ?